ഞാനത് പറയണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ അല്ല അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കരുതിയതാണ്. ഒരു 2-3 വാക്കുകൾ പറഞ്ഞാലോ എന്ന്. പിന്നെ നമുക്ക് തന്നെ ഷെയ്മേഡായിട്ട് തോന്നും എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. പറയട്ടെ, ഷെയ്മേഡായിട്ട് ചേട്ടാ സ്വത്താണ്. അപ്പോൾ ഞാൻ ചോദിക്കണത് കുറച്ചൊക്കെ ബുദ്ധി വേണം നിങ്ങൾക്ക്. കാരണം നിങ്ങളൊരു ഗതാഗത മന്ത്രിയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വേണം. അല്ലാതെ വെറുതെ എന്താ പറയുക, ഒരു ബസ് ഹോൺ അടിച്ചു, പിന്നെ അതിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, പിന്നെ പെർമിറ്റ് റദ്ദാക്കുക, അതൊക്കെ എന്തൊക്കെ നടപടിയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഇന്നിപ്പോൾ ആൾക്കാർ എന്ന് പറയണില്ല, ആളുമില്ല, പിന്നെ ഒന്നുമില്ല, ഓട്ടെന്ന് പറയില്ല, ഭ്രാന്ത് വരികയാണെന്ന് പറയട്ടെ. അപ്പോൾ ഈ ഞായറാഴ്ച വേറെ ഏതെങ്കിലും വെള്ളിയാഴ്ചയുടെ ഇടയിലോ അല്ലെങ്കിൽ ബുധനാഴ്ചയുടെ നടുക്കോ ഈ ഞായറാഴ്ച ഇട്ടൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. എന്തിനാ ഇതുപോലുള്ള ഞായറാഴ്ച? അല്ലെങ്കിൽ ഈ ഞായറാഴ്ചയൊക്കെ ഭയങ്കര ഓട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. ഇന്ന് എന്ത് ഓട്ടമില്ല, ചാട്ടമില്ല, ഒന്നുമില്ല. വേഗത വേണ്ട. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിയുമ്പോൾ നിർബന്ധമായിട്ടും ഇൻഡിക്കേറ്റർ ഇടണം. അതേപോലെ തന്നെ നിങ്ങൾ ഇടതുവശത്തേക്കാണ് പോകേണ്ടത്. അതായത് ഇതേപോലെ, അല്ലാതെ നേരെ സെൻറ്ററിൽ പിടിക്കരുത്. സെൻറ്ററിൽ ഒരിക്കലും പോയിട്ട് കയറാൻ നിൽക്കരുത്, പണി കിട്ടും. അതേപോലെ ഇതേപോലെ വാഹനങ്ങൾ വരുമ്പോൾ അവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ അത് സ്പീഡ് ട്രാക്കാണ്, ചെറിയ ഒരു റോഡ് എന്നല്ല. പരമാവധി നിങ്ങൾ ഇടതുവശത്ത് കൂടെ മാത്രം എന്താ പറയുക പോകാൻ ശ്രമിക്കാം. അപ്പോൾ പറയാനുള്ളത്, ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു ആവശ്യമില്ലാത്തൊരു ഞായറാഴ്ചയാണ് ഇന്ന്. ഈ ഞായറാഴ്ച ഏതെങ്കിലും ദിവസങ്ങളുടെ ഇടയിൽ ഇട്ട് കൊടുത്താലോ എന്ന് ആലോചിച്ചുകൂടെ ഈ സർക്കാരിന്? കാരണം എന്താ പറയുക, ഒരു തിരക്കുമില്ല, ആൾക്കാരുമില്ല, ഓട്ടമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഭയങ്കര എന്താ പറയുക ബ്ലോക്കുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ. അതെ, ഇന്നിപ്പോൾ ആൾക്കാർ എന്ന് പറയണില്ല, ആളുമില്ല, പിന്നെ ഒന്നുമില്ല, ഓട്ടെന്ന് പറയില്ല, ഭ്രാന്ത് വരികയാണെന്ന് പറയട്ടെ. അപ്പോൾ ഈ ഞായറാഴ്ച വേറെ ഏതെങ്കിലും വെള്ളിയാഴ്ചയുടെ ഇടയിലോ അല്ലെങ്കിൽ ബുധനാഴ്ചയുടെ നടുക്കോ ഈ ഞായറാഴ്ച ഇട്ടൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. എന്തിനാ ഇതുപോലുള്ള ഞായറാഴ്ച? അല്ലെങ്കിൽ ഈ ഞായറാഴ്ചയൊക്കെ ഭയങ്കര ഓട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. ഇന്ന് എന്ത് ഓട്ടമില്ല, ചാട്ടമില്ല, ഒന്നുമില്ല. അപ്പോൾ വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരോട് പറയാനുള്ളത്, പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ട്രാഫിക്കിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് ഓടിക്കുക. അല്ലാതെ നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ഓടിക്കരുത്. അതൊക്കെ ഒരു എന്താ പറയുക അപകടത്തിലേക്കുള്ള പോക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സൈഡ് ഗ്ലാസ് നോക്കാതെയാണ് അധികം ആളുകൾ ഡ്രൈവിങ് ചെയ്യാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ സൈഡ് ഗ്ലാസ് ചില ബൈക്കുകാരെ, കാറുകാരെ കാണാം ഏതോ രീതിയിൽ അവർ വെച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വലിയ തെറ്റാണത്. അപ്പോൾ നിങ്ങൾ റോട്ടിലേക്ക് വണ്ടി കൊണ്ട് ഇറങ്ങുമ്പോൾ സൈഡ് ഗ്ലാസ് കറക്റ്റാക്കി വെക്കാൻ ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് എന്താ പറയുക സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ, അതേപോലെ ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്ത് പോണ വാഹനങ്ങളെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു കാറും ഒരു ബൈക്കും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മളിപ്പോൾ വാഹനത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മുഖം ആ ഗ്ലാസ്സിൽ കാണാൻ പറ്റണം. അതാണ് ശരിക്കുള്ള എന്താ പറയുക നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വ്യൂ പോയിൻ്റ്. അല്ലാതെ നിങ്ങൾ തോന്നിയ പോലെ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ
പിന്നെ നിങ്ങളുടെ പിന്നെ എന്താ പറയുക സൈഡിൽ നിന്ന് വാഹനങ്ങൾ വന്ന് ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ആർക്കും നിന്ന് കൊടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലെ തന്നെ പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. റോഡിൻ്റെ മര്യാദകൾ അത് എല്ലാവർക്കും ബാധകമാണ്, നമുക്കെന്നല്ല കേട്ടോ, ഏതൊരാൾക്കും ബാധകമാണ്. അപ്പം ഇന്നിപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഞായറാഴ്ചയോട് വെറുപ്പ് തോന്നുക. എന്ത് ഞായറാഴ്ചയാണിത്? ഇങ്ങനെ ഉണ്ടൊരു ഞായറാഴ്ച അല്ലാതെ. അപ്പോൾ പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് പോകാന്നല്ല കേട്ടോ. ഈ പിന്നെ ഇപ്പോൾ ഇന്ന് ഷാഫി പറമ്പിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഉള്ള ഒരു പിന്നെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുന്നത് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ LDFൻ്റെ പിന്നെ പൈസ കൊടുത്തിട്ട് നിർത്തിയ ആൾക്കാർ കുറേ ഉണ്ട്. അവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ മീശ വടിക്കാതെയാണോ ഒരു പിന്നെ എന്താ പറയുക മൂക്കിൻ്റെ പാലം തകർന്നിട്ട് തുന്നാൻ പോകുന്ന രീതി എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പോൾ എന്തോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അത് പിന്നെ അതിനെപ്പറ്റി ഭയങ്കര കളിയാക്കലാണ്. വിജനമായ റോഡ്, അപ്പോൾ അതിനെപ്പറ്റി നല്ല കളിയാക്കലാണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ അവർക്കറിയാം അത് എന്ത് ചെയ്യണം എന്നുള്ളത്. ആവശ്യമില്ലാത്ത കമൻറ്റുകളും കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ വേളയിൽ പിന്നെ ഓരോ ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് പറയാനും എഴുതാനും നിൽക്കരുത്. അത് നിങ്ങൾക്ക് പിന്നീട് കേസായിട്ട് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുമ്മിയ തീർക്കണ മൂക്കാണ് എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടായിരുന്നു. തുമ്മിയ തീർക്കണ മൂക്കാണിൽ പോട്ടെ എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ അങ്ങനത്തെ മൂക്കല്ല ഇപ്പോൾ വെട്ടും കുത്തും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. പരമാവധി നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോവുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക, പ്രവർത്തിക്കുക. പള്ളി ഡ്രൈനേജത്തെ മണം ഇവിടെ ഭയങ്കര മണം. എവിടൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെയാണ് ഒരാൾ സ്പീഡ് കൂടുമ്പോൾ അതിനേക്കാളും സ്പീഡിൽ പോകണമെന്നാണ് മറ്റുള്ളവരാഗ്രഹം. പക്ഷെ അവസാനം പിന്നെ പോണത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ പിന്നെ അവിടെ വാർത്താക്കാർ പറഞ്ഞത് ഒക്കെ സത്യമായിരിക്കണം എന്നില്ല കേട്ടോ. കാരണം പിന്നെ പറയണത് അവിടുത്തെ DYSPമാർ അതേപോലെ പോലീസിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, വാടക ഗുണ്ടകളാണ്, പിണറായിയുടെ വാടക ഗുണ്ടകളാണ്. ശരിക്കും പറയാം അതന്നെയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങൾ പിന്നെ ജയിക്കില്ല ഒരിക്കലും. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടീനെ പറയല്ല, BJPയോ കോൺഗ്രസ്സോ CPM ഒന്നും പറയല്ല. ജയിക്കാനുള്ള ചാൻസ് വളരെ വളരെ കമ്മിയാണ്. എന്തായാലും ഇതുകൊണ്ടൊന്നും പിന്നെ LDF ഇനി മുന്നോട്ട് പോവില്ല. അത് എല്ലാവരും പിന്നെ ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷെ വേറൊന്നുണ്ട്, ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓന്തിൻ്റെ നിറം മാറുന്ന പോലെയാണ്. ഇപ്പോൾ 7 മാസം ഉള്ളൂ എങ്കിലും പിണറായി സർക്കാർ ഓരോ ആൾക്കാർക്കും കുറച്ച് പൈസ കൊടുത്താൽ മതി. കുറച്ച് പൈസയും മദ്യത്തിന് കുറച്ച് വില കമ്മിയാക്കിയാൽ അപ്പോൾ ഇവർ ചാക്കിലിട്ട് പിടിക്കാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെന്ത് ചെയ്യും? LDFന് വോട്ട് ചെയ്യും. LDFന് വോട്ട് ചെയ്താൽ എന്താവും? അവസാനത്തെ ഞാൻ പറയണ്ടേ, നമുക്കൊക്കെ കുഴി നമുക്ക് തന്നെയാണ് കുത്തുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് വലിയ താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും അപ്പോളേ ഇവിടെ വന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ ഗണേഷ് കുമാർ, ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ, അയാൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പൊതുപരിപാടിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ബസ് അമിതമായിട്ട് ഹോൺ അടിച്ചിട്ട് മൂപ്പരെ പ്രസംഗത്തിന് ഭയങ്കര ശല്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. അതിൻ്റെ പെർമിറ്റ് റദ്ദാക്കണം, പിന്നെ ഡ്രൈവറെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഗണേഷ് കുമാർ സാറിനോട് ചോദിക്കുക, അത് ബഹുമാനം നിങ്ങൾ വാങ്ങണം കേട്ടോ, അത് ഇരന്ന് വാങ്ങണം. നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടോ ഇല്ലേന്നല്ല,
അപ്പോൾ ഞാൻ ചോദിക്കണേ, ഇപ്പോൾ KSRTC ബസ് എത്ര വട്ടം ഹോണടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഏതൊക്കെ രീതിയിൽ ശല്യം ആവുന്നുണ്ട്, പിന്നെ റോഡിൽ അതേപോലെ ബസ് സ്റ്റാൻഡിൽ ഒക്കെ ശല്യം തന്നെയാണത്. പ്രൈവറ്റ് ബസ്സുകാരെ മാത്രം എടുത്ത് പറയരുത്. കാരണം പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞത് സ്വന്തം ആളുകളുടെ ബസ്സാണ്. KSRTC എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ സ്വത്താണ്. അപ്പോൾ ഞാൻ ചോദിക്കണത്, കുറച്ചൊക്കെ ബുദ്ധി വേണം നിങ്ങൾക്ക്. കാരണം നിങ്ങളൊരു ഗതാഗത മന്ത്രിയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വേണം. അല്ലാതെ വെറുതെ എന്താ പറയുക, ഒരു ബസ് ഹോണടിച്ചു, പിന്നെ അതിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, പിന്നെ പെർമിറ്റ് റദ്ദാക്കുക, അതൊക്കെ എന്തൊക്കെ നടപടിയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഈ പ്രൈവറ്റ് ബസ്സിന് മാത്രമാണ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങാനും കയറാനും ഓരോ സ്റ്റോപ്പിലും ഓരോ സമയം അനുവദിച്ചിട്ടുള്ളത്. അത് RTOമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ? അത് നിങ്ങളൊരു മന്ത്രിയാണ്, നിങ്ങൾക്കറിയാലോ ഏതൊക്കെ ബസ്സിന് ഏതൊക്കെ സമയം, ഏതൊക്കെ റൂട്ടിൽ പോകണം, എത്ര സമയത്ത് അവിടെ എത്ര സമയത്ത് ബസ് സ്റ്റാൻഡിൽ കയറണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ ഈ എന്താ പറയുക ബൗ ഷോ കാണിക്കുന്നത് ശരിയല്ല. വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ. നിങ്ങളിപ്പോൾ KSRTC ബസ്സിൽ നിന്നൊരു കുപ്പി വെള്ളം കുപ്പി പിന്നെ ബസ്സിൻ്റെ മുന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചിട്ട് ഭയങ്കര കോളിലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളൊരു പിന്നെ ഗതാഗത മന്ത്രിയാണെന്ന് ഞാൻ പിന്നെ ഓർമ്മിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണാറില്ലേ? ഇപ്പോൾ പിന്നെ പ്രൈവറ്റ് ബസ്സുകാരെ കാര്യം മാത്രമല്ല പറഞ്ഞത്, വേറെ എന്തൊക്കെ രീതിയിൽ നിങ്ങൾ കാണാറുണ്ട്. അതൊന്നും നിങ്ങൾ നടപടി എടുക്കാതെ നിങ്ങളുടെ പ്രസംഗത്തിന് ആൾക്കാർ വന്നതിൽ നിങ്ങൾക്ക് ഷെയ്മേഡായിട്ടുണ്ടാകും അവിടെ ഹോൺ അടിച്ചത്. അപ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്നത് ചിലപ്പോൾ ഡ്രൈവർക്ക് അറിയില്ല നിങ്ങളാണ് പ്രസംഗിക്കുന്നതെന്നല്ല. കാരണം ഈ ഡ്രൈവേഴ്സ് സ്റ്റാർട്ടായി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ നിങ്ങളാണ് അവിടെ പ്രസംഗിക്കുന്നതെന്ന് ആ ഡ്രൈവർക്ക് അറിയില്ല. അപ്പോൾ അയാൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഹോൺ സ്റ്റക്കായി പോയതാണ് എന്നൊക്കെ കാരണങ്ങളായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ അതാണോ ചെയ്യുക? പെർമിറ്റ് റദ്ദാക്കുക, ലൈസൻസ്, എന്ത് പറയണതിന് കുറച്ച് നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഉളുപ്പ് തോന്നുകയാണ്. വളരെ മോശമായിട്ടാണ് നിങ്ങളുടെ ആ നടപടി. അത് ഒന്ന് പിന്നെ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടാൽ മതി, നിങ്ങൾ തന്നെ ഒന്ന് സംസാരിച്ചാൽ മതി. അല്ലാതെ പിന്നെ നിങ്ങളല്ലേ അവർക്ക് ഊർജം കൊടുക്കേണ്ടത്. കാരണം ഈ പിന്നെ പ്രൈവറ്റ് ബസ്സുകാരെ അല്ലെങ്കിൽ ജനങ്ങളെയൊക്കെ ശമ്പളം കൊണ്ടല്ലേ നിങ്ങൾ കഴിയണത്. അല്ലാതെ നിങ്ങൾക്കായിട്ടൊരു പിന്നെ സംഘടന ഉണ്ടായിരിക്കാം അല്ലേ? അതല്ല ഇപ്പോൾ ശബരിമലയത്തെ സ്വർണവും കാര്യങ്ങളൊക്കെ പോയി അതിൽ നിങ്ങൾക്കും പങ്കുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ അവരെ കണ്ട് സംസാരിക്കാം. മന്ത്രിയാണെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കാനുള്ള അധികാരം, ഒരു പവറാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യാം. ഞാൻ വേറൊരു കാര്യം പറഞ്ഞ സുഹൃത്തുക്കളോട്, എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട നമ്മുടേതായ ജീവിതത്തിലെ ഒരുപാട് പിന്നെ സംഭവങ്ങൾ പറയാനുണ്ട്. സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് തമാശയാവും, ചില ആൾക്കാർക്ക് അത് പുച്ഛാവും, ചില ആളുകൾക്ക് അത് ചിലപ്പോൾ അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതുപോലുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ആയത്, അല്ലെങ്കിൽ ഈ ജീവിതം ഇങ്ങനെ ആക്കിയത് എന്ന് കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് തുടങ്ങുക എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്ന് മുതലാണ് എവിടെ വെച്ചാണ് പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആരും പറയില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയാത്തതും കാണുന്നതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. അതുപോലെയല്ല, ഒരുപാട് വ്യത്യാസമായിട്ട് ഉള്ള കാര്യമാണ് ഞാൻ പറയണമെന്ന് കരുതുന്നത്. എന്തായാലും മരിക്കണതിന് മുന്നേക്ക് അത് പറയണം. കാരണം നമ്മളിങ്ങനെ ക്രൂശിക്കപ്പെടുകയാണ് സ്വയം ജീവിതത്തിൽ തന്നെ കേട്ടോ. ഒരു തെറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ പിന്നെ ഈ തെറ്റ് ചെയ്യായിരുന്നു എന്നെനിക്ക് സ്വയം തോന്നുകയാണ്. തെറ്റ് ചെയ്യാത്തവരാണ് ഇപ്പോൾ ലോകത്ത് അധികം ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിരപരാധികളായിട്ടുള്ള ആൾക്കാരാണ് ജയിലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞ പോലെ കൂടുതലും എന്താ പറയുക അതുപോലുള്ള അവസ്ഥയാണ്. അപ്പോൾ
ഞാനത് പറയണമെന്ന് കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കരുതിയതാണ്. ഒരു 2-3 വാക്കുകൾ പറഞ്ഞാലോ എന്ന്. പിന്നെ നമുക്ക് തന്നെ ഷെയ്മേഡായിട്ട് തോന്നും എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. പറയട്ടെ ഷെയ്മേഡായിട്ട് ചേട്ടാ. അപ്പോൾ പിന്നെ എന്താ, ഞാൻ അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും പറയാം. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അതിപ്പോൾ അതായത് ഞാൻ ആദ്യം പറഞ്ഞത് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. ഒറ്റപ്പാലത്ത് നിന്ന് തുടങ്ങിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാകുമ്പോൾ കറക്റ്റ് ഓർമ്മകളായിരിക്കും. അവിടെയാണ് ശരിക്കും നമ്മുടെ ജീവിതം അങ്ങോട്ട് മറിഞ്ഞത് എന്നുകൂടി പറയാം. മറിയുക എന്ന് പറഞ്ഞാൽ 2006, 2005 ആ സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹിസ്റ്ററി ഉണ്ടാവും, ഒരു ചരിത്രം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ഹിസ്റ്ററി തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ നല്ലതും ചീത്തയും ഉണ്ടാവും കേട്ടോ. നല്ലതും ചീത്തയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചീത്ത എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ 2-3 ബലാത്സംഗ കേസിലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഒരു കൊലപാതകം ചെയ്യണം, അതൊക്കെയാണ് ചീത്ത. അല്ലാതെ ഇപ്പോൾ ഈ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ മദ്യപിക്കുക അതൊന്നും ഒരു ചീത്ത സ്വഭാവമല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 95% ആളുകളും ഇപ്പോൾ ചെയ്യാത്ത കാര്യമല്ല അത്. എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ, അത് വേറെ കഥ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ചീത്ത കാര്യമല്ല. എന്നാൽ നല്ലത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു, അതേപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, നമ്മളവരെ ആത്മാർത്ഥമായിട്ട് കെയർ ചെയ്തു. ആ കെയറിങ് ആണ് നമ്മളെ ഇതുപോലെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചത്. അതായത് എന്താ പറയുക, ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെടൽ ഏകദേശം അതെന്തായാലും ഞാൻ മുഴുവനായിട്ട് പറയാം, അത് നിങ്ങൾ കേട്ടാൽ മതി. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് വാലും തലയും ഇല്ലാതെ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് നാളെ അതിനെക്കുറിച്ച് സംസാരിക്കാം. റോഡിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. റോഡ് ഇപ്പോൾ എന്നുണ്ടാവും. നമ്മൾ കഥ പറഞ്ഞാലും നമ്മൾ മരിച്ചു പോയാലും നമ്മൾ കോമ സ്റ്റേജിൽ കിടന്നാലും റോഡ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കഥകൾ മാത്രം ആർക്കും അറിയില്ല. അറിയണമെങ്കിൽ നമ്മൾ പറയണം. അതിനാദ്യം പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് പുച്ഛമുണ്ടാവും, ചില ആൾക്കാർക്ക് അതേ അനുഭവത്തിലുണ്ടാവും. എന്തായാലും നമുക്ക് കാണാം തീർച്ചയായിട്ടും.